ചൈനയുമായുള്ള നിയന്ത്രണ രേഖയ്ക്കടുത്ത് ഹൈവേയിൽ വിമാനമിറങ്ങി ചരിത്രം സൃഷ്ടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് സംവിധാനം അസമിലെ ദിബ്രുഗഡ് ജില്ലയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ 5500 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികൾക്കും തുടക്കം. കോൺഗ്രസ് ഭരിച്ചപ്പോൾ സംസ്ഥാനത്ത് നിലനിന്നിരുന്നത് ഭയമെന്ന് മോദി. ആഗോള അയ്യപ്പ സംഗമം ദൂർത്തല്ലെന്ന് ആവർത്തിച്ച് ദേവസ്വം ബോർഡ്. പുറത്തു വന്നത് തെറ്റായ വിവരങ്ങളെന്നും വരവ് ചെലവ് കണക്ക് അന്തിമമല്ലെന്നും വാദം. നന്ദഗോവിന്ദം ഭജൻസിനുള്ള തുക കാണിച്ചത് അശ്രദ്ധ. ദേവസ്വം ബോർഡ് നൽകിയ പണം തിരിച്ചടച്ചിട്ടുണ്ടെന്നും നിയമസഭയിൽ നൽകിയ മറുപടി ശരിയെന്നും മന്ത്രി VN വാസവൻ. കൊള്ളയിൽ സംസ്ഥാന സർക്കാരിന് പങ്കെന്ന് പ്രതിപക്ഷം. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഹർജികൾ ലിസ്റ്റ് ചെയ്തു. റിവ്യൂ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കും. 9 അംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിൽ തീരുമാനമുണ്ടാകും. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. സംസ്കാരം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ. ആലിന്റെ അച്ഛനമ്മമാരുടെ തീരുമാനം മഹത്തരമെന്ന് മുഖ്യമന്ത്രി. കരൾ സ്വീകരിച്ച കുഞ്ഞ് നിരീക്ഷണത്തിൽ തുടരുന്നു. മെറ്റബോളിക് ഘടകങ്ങളിൽ പുരോഗതിയെന്ന് ഡോക്ടർമാർ. പൂരം കലക്കലിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ആവർത്തിച്ച് CPI നേതാവ് VS സുനിൽകുമാർ. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കുന്നതിനോട് യോജിപ്പില്ല. റിപ്പോർട്ട് ആസൂത്രിതമെന്ന് തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്. തിരുവമ്പാടി ദേവസ്വത്തെ കരുവാരിത്തേക്കാൻ ശ്രമമെന്ന് സെക്രട്ടറി K ഗിരീഷ് കുമാർ. പോലീസിന് വീഴ്ചയില്ലെന്ന് DGP. റാപ്പിഡ് റെയിലുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട്. അനുമതി തേടി മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചു. കേന്ദ്ര നഗരകാര്യമന്ത്രിക്ക് കത്തയച്ചത് DPR തയ്യാറാക്കാനുള്ള ഫണ്ട് തേടി. തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉറപ്പിച്ച് K മുരളീധരൻ. നേതൃത്വത്തെ നിലപാട് അറിയിച്ചു. മത്സരിക്കുന്നത് പാർട്ടി തീരുമാനിക്കുമെന്നും ഭയന്നോടുന്നവനല്ലെന്നും K മുരളീധരൻ. റോഷി അഗസ്റ്റിനെ തള്ളാതെ ജോസ് കെ മാണി. റോഷിയുടെ പ്രസ്താവന അച്ചടക്ക ലംഘനമല്ലെന്നും പാലായിൽ മത്സരിച്ചാൽ താൻ ജയിക്കുമോ എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും ജോസ് കെ മാണി. T20 ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരം നാളെ ശ്രീലങ്കയിൽ. മത്സരത്തിന് മഴ ഭീഷണി. ISL 12ാം സീസണിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. മോഹൻ ബഗാനോട് തോറ്റത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ പുനർമൂല്യനിർണ്ണയം ഒഴിവാക്കിയേക്കും. മൂല്യനിർണ്ണയം പൂർണ്ണമായി ഡിജിറ്റൽ രൂപത്തിലാകുന്നതിനാൽ മാർക്കിൽ പിശക് വരില്ലെന്ന് ബോർഡ്. 10ാം ക്ലാസ്സിൽ പുനർമൂല്യനിർണ്ണയം തുടരും. സ്റ്റോറി ഓഫ് ദി ഡേ. കൊച്ചിയിൽ പിങ്ക് വസന്തം.